Hello friends, welcome back to my YouTube channel. Welcome to Sandhya's Vlogs. ഇന്നത്തെ വീഡിയോ ഏതാണെന്നറിയോ, നമ്മളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കുർബാന കുളപ്പാടാണ്. ഇവിടെ പൂമല എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഫംഗ്ഷൻ. അവിടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ പള്ളിയിലെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വീട്ടിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തേക്കോണം ഈ ഫംഗ്ഷന് വേണ്ടി. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷമുള്ള ഞങ്ങൾ ഏത് ഫംഗ്ഷന് പോയാലും അതിൽ എവിടെ ട്രാവൽ ചെയ്യാൻ പോയാലും ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് അതിൻ്റെ വ്യൂവേഴ്സിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഞങ്ങൾ എല്ലാ ട്രാവലിങ്ങും അതിൽ ഞങ്ങൾ എവിടെ പോയാലും അതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് യൂട്യൂബിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി. അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷനും ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്കും ഷെയറും അതിൽ വാല്യുബിൾ കമൻസ് ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ പറയാനായിട്ടുള്ളത്, നമ്മൾ ആദ്യം മോന് വേണ്ടി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ എല്ലാ കുട്ടിയുണ്ടല്ലോ, മോന് വേണ്ടി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇവിടെ പുളിമൂട്ടിൽ ഫിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അതിനുശേഷം മോന് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്താൽ നമുക്കത് കാണുകയും ചെയ്യാം ഏതാണ്. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിലെ ആ ഒരു അടിപൊളി ഫംഗ്ഷൻ അങ്ങോട്ട് പോകുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് കേട്ടോ ഈ ഒരു ഫംഗ്ഷന് ഞങ്ങളുടെ കൂടെ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയാലോ ഫ്രണ്ട്സ്, വരാം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വന്നിരിക്കുന്നത് പുളിമൂട്ടിലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മോനൊരു ജീൻസും ഷർട്ടും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പുളിമൂട്ടിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിനാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ജീൻസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പല വെറൈറ്റി കളേഴ്സൊക്കെ അവർ കാണിക്കുന്നുണ്ട്. നമുക്ക് ബ്ലൂ ഇനി ഞാൻ എടുത്തില്ല, കാരണം ബ്ലൂ ഒരു കോമൺ ആണല്ലോ. ജീൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പണ്ടോട്ടേ ബ്ലൂ കളറാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡുള്ള ഒരു കളർ, അതുപോലെ തന്നെ ഒരു ഗ്രേ കളറൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ ആദ്യം കാണിച്ചില്ലേ, ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ എടുത്തത്. ഈ ബ്ലൂ എടുത്തില്ല കേട്ടോ, ഗ്രീനാണ് എടുത്തത്. ആദ്യം കണ്ടില്ലേ, അതാണ് എടുത്തത്. പിന്നെ നമ്മൾ ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അവിടെയും ഇതേപോലെ തന്നെ ആ ഗ്രീനിന് ചേർന്ന ഇത് നല്ല കളർ കറക്റ്റ് കോമ്പിനേഷനായിട്ട് തോന്നി നമ്മളെടുത്ത ആ ഗ്രീനിന് കേട്ടോ. ശരിയല്ലേ, കറക്റ്റ് കോമ്പിനേഷൻ അല്ലേ, ഡാർക്ക് കളറല്ലേ ഗ്രീൻ. അപ്പോൾ ഒരു ലൈറ്റ് ഒരു വൈറ്റിൽ ഒരു തരം ഒരു ഡിസൈനൊക്കെ ഉള്ള അതാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതെടുത്തു. അപ്പോൾ ഇതൊക്കെ എടുത്തു. നമ്മളിത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമുക്ക് മോൻ്റെ സൈസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല, ഹൈറ്റ് ഉണ്ടോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ എന്തോരം ലെങ്ത് വേണം ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് മാറ്റിയെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഈ ടൈപ്പ് തൊപ്പികൾ കണ്ടോ, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. എൻ്റെ മോളിത് ഇതേപോലത്തെ ഒരു പാവയെ പോലത്തെ ഒരു തൊപ്പി എടുത്തു കേട്ടോ, അതാണ് എടുത്തത്. പിന്നെ ഇവിടുത്തെ കുട്ടികളുടെ ഒരുപാട് നല്ല നല്ല ക്യൂട്ട് ഡ്രസ്സസ്സാണ് ഉള്ളത് കേട്ടോ. നോക്കുക എന്ത് നല്ല കളക്ഷൻസാണെന്നറിയോ പുളിമൂട്ടിലുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഇതേ താഴത്തിറങ്ങിയിട്ട് അത് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കിട്ടിയത് നോക്കൂ, താഴത്ത് നല്ല ചുരിദാർസിൻ്റെ നല്ല കളക്ഷൻസ്. ഇതൊക്കെ ഡെയിലി യൂസ് ചുരിദാറുകൾ കേട്ടോ. ഓഫീസിലൊക്കെ പോകുമ്പോഴും അതുപോലെ നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷൻസ് ഓഫ് ചുരിദാർസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു നടന്നു. പിന്നെ മോൻ്റെ ഡ്രസ്സ് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വാങ്ങിച്ചു. ഇനി ഇതേ നേരെ വണ്ടി കയറി നേരെ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിലേക്ക്. പൂമല ഏരിയ ആയതുകൊണ്ട് നല്ല ഇതേപോലെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. മരങ്ങളൊക്കെ കൊണ്ടിങ്ങനെ നിറഞ്ഞൊരു നല്ല ഭംഗിയാട്ടോ ഈ ഒരു സ്ഥലം കാണാൻ. ഞാൻ എൻ്റെ പൂമല ഡാമിൻ്റെ വീഡിയോയിൽ ഈ ഭാഗം എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നല്ല ഇപ്പോൾ ഇത്രയും ചൂടിലാണെങ്കിലും ചെറിയ തണുപ്പും എല്ലാം ഉണ്ട്. കൂടുതൽ റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ കുറച്ച് പച്ചപ്പ് കൂടിയൊരു സ്ഥലമാണ്. നല്ലൊരു നമുക്ക് ഭയങ്കരമായിട്ട് ഈ സിറ്റിയിൽ നിന്നും അതൊരു ടൗണിൽ നിന്നൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു ഫീൽ, നല്ലൊരു ഏരിയയിൽ എത്തിയ പോലെ, ഒരു നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് എത്തിയ പോലെ നമുക്ക് തോന്നും കേട്ടോ. അത് ഞങ്ങൾ വീടിൻ്റെയൊക്കെ ആ ഭാഗത്തെത്തി. അപ്പോൾ ഇവിടെ നല്ല പോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് തോരണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ വെച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെയാണ് വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ. അപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പം ഞങ്ങളിതാ വീട്ടിലിങ്ങനെ ചെന്നു. അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എല്ലാവരും പള്ളിയിൽ നിന്ന് വരണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തു. നല്ല പോലെ ഇങ്ങനെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ സിനിമ പാട്ടൊക്കെ തകർക്കും. എല്ലാവരും കുറേ ആളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ പള്ളിയിൽ നിന്ന് വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ കുടിക്കാനായിട്ട് നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതേ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെപ്പോലെ തന്നെ കുറേ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു മോനും ഫാമിലി എല്ലാവരും വരാനായിട്ട്. നല്ല രസമായിട്ട് തോന്നി. കാരണം അങ്ങനെ ഇതൊക്കെ കെട്ടിയൊരു ഭയങ്കര വീട്ടിനകത്തൊരു ആഘോഷം നടത്തുമ്പോൾ അതിനൊരു പ്രത്യേകത വേറെ.
ശരിക്കും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തണം. അതിൻ്റെ ഒരു സന്തോഷം വേറെയാ അല്ലേ? എനിക്ക് ഹോളിൽ വെച്ച് നടത്തുന്നതിനെക്കാട്ടും ഇഷ്ടം വീട്ടിൽ വെച്ച് നടത്തണം കേട്ടോ. ഈ ഭക്ഷണമാണെങ്കിൽ ഗീ റൈസും ചിക്കൻ കറി ആയിരുന്നു, പിന്നെ ഇത് കൂടെ അപ്പം, ഫിഷ് മോളി ഉണ്ടായിരുന്നു, പിന്നെ ഇത് കൂടെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല അച്ചാർ, അതുപോലെ തന്നെ ഇങ്ങനെ സാലഡ്, അങ്ങനെ ഒരുപാട് നമുക്ക് എന്താ പറയുക എല്ലാം ഭയങ്കര നാടൻ ടേസ്റ്റുള്ള അടിപൊളി ഐറ്റംസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം. കാരണം എല്ലാം ഒന്നിനൊന്ന് നാടൻ ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നാവിൽ അലിഞ്ഞു ചേരുന്ന സ്വാദം. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു, മോനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. എല്ലാവരോടും സന്തോഷത്തോടെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് തൃശ്ശൂരിലേക്ക് തിരിച്ചു പോയി. തൃശ്ശൂർ തന്നെയാണ്, എന്നാലും പൂമനയിൽ നിന്നും വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയാണ്. ആ മനോഹരമായ സ്ഥലത്തു കൂടിയുള്ള ട്രാവലിംഗ് മനസ്സിനും അതുപോലെ നമ്മുടെ ശരീരത്തിനും ഒരുപാട് കുളിർമയേകുന്ന കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ വഴി പോകുമ്പോൾ ഈ പൂമല വഴി ഒന്ന് പോകാനായിട്ട് മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.